അല്ല, അതിനാണ് ഒരു ഉപസമിതി രൂപീകരിച്ചിട്ടുള്ളത്. ആ ഉപസമിതി രൂപീകരിച്ചതിൻ്റെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. ആ റിപ്പോർട്ടുകൾ വെച്ച് ആയിരിക്കും തുടർന്നുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുന്നത്. അല്ല, ഒരിക്കലുമല്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാനും കേട്ടു. അദ്ദേഹം അത്തരത്തിലല്ല പറഞ്ഞത്. ഞാൻ അദ്ദേഹം പറഞ്ഞത് വീണ്ടും എടുത്തു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഈ കേന്ദ്ര സർക്കാരുമായി ചില കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം സംസ്ഥാന സർക്കാരിനുണ്ട്. അത് PMC ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് കാരണം മറ്റ് വകുപ്പുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അവകാശം എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള ഫണ്ടുകൾ ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് അത് കേരളത്തിൻ്റെ ഒരു അവകാശമാണ്. ആ അവകാശം നമ്മൾ നേടിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരമാർഗങ്ങൾ ഏത് തരത്തിലാണ് ഉണ്ടാകേണ്ടത് എന്നതിനെക്കുറിച്ച് UDFും ആലോചിക്കും. അതുപോലെ തന്നെ ഉപസമിതിയും ആലോചിച്ച് അവർ തരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരു തർക്കം UDF യോഗത്തിൽ അങ്ങനൊരു തർക്കമേ ഉണ്ടായിട്ടില്ല. UDF യോഗത്തിൽ ഇത്തരം വിഷയങ്ങൾ അങ്ങനെ എടുത്ത് പ്രത്യേകമായി ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്തു എങ്കിൽ മാത്രമേ UDF യോഗത്തിലൊരു തർക്കം വരികയുള്ളല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടേ ഇല്ല. UDFിന്റെ മുൻ നിലപാട് PM3യിൽ നിന്നും LDF സർക്കാരിന്റെ സമയത്ത് വന്നപ്പോൾ അതിലൊരു തരത്തിലും അതുമായി മുന്നോട്ട് പോകരുതെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അധികാരത്തിലെത്തിയ ശേഷം അതിൽ U-ടേൺ അടിച്ചു എന്നാണ് LDF പറയുന്നത്. അത് U-ടേൺ അടിച്ചു എന്ന് അവർക്ക് പറയാം, LDFന് പറയാം. ഇത് എല്ലാം LDF ചെയ്ത കാര്യങ്ങളാണ്. അതിന് വഴിയൊരുക്കിയത് കേന്ദ്രത്തിൽ ധർമ്മേന്ദ്ര പ്രധാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് വഴിയൊരുക്കി കൊടുത്തത് ബ്രിട്ടാസ് എന്ന് പറയുന്ന MP ആണ്, CPMന്റെ MP ആണ് എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിനെ എല്ലാ വഴികളും ഒരുക്കി തന്നത് എന്ന് പറയുകയുണ്ടായി. അത്തരം കാര്യങ്ങളോട് നമ്മൾ മുൻകാലങ്ങളിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ആ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോയിരുന്നു, അത് പിന്നെ മരവിപ്പിക്കുകയും ചെയ്തിരുന്നല്ലോ. പക്ഷേ UDF വീണ്ടും അതുമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ ഇപ്പോൾ ചെയ്യുന്നത്? അല്ല, ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. UDF അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ തീരുമാനിച്ചിട്ടുമില്ല. ആ തീരുമാനം, അങ്ങനെ ഒരു തീരുമാനം UDF എടുത്തു എങ്കിൽ മാത്രമേ ഉള്ളൂ ആ തീരുമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളൂ. അല്ല, മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർ ഫണ്ട് കൈപ്പറ്റി, അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ലെന്നായിരുന്നു. ഇല്ല, അതിനാണല്ലോ ഉപസമിതി വെച്ചിരിക്കുന്നത്. കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി ഉള്ള ഉപസമിതി വെച്ചിട്ടുണ്ട്. അവർ കൊണ്ടുവരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കും. അങ്ങയുടെ ബോധ്യത്തിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ സർക്കാർ ഈ ഫണ്ട് കൈപ്പറ്റിയിരുന്നോ? ഇല്ല, എനിക്ക് അത്തരം കാര്യങ്ങൾ കൃത്യമായി ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. വാക്കുകൾ പറഞ്ഞതല്ലാതെ ഫലത്തിൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം UDF കൺവീനറുടെ അഭിപ്രായം എന്താ, തുടരണോ വേണ്ടോ? അല്ല, അത്തരം കാര്യങ്ങൾ അതിനാണല്ലോ UDF ഉപസമിതിയെ വെച്ചിരിക്കുന്നത്, അതിനു വേണ്ടിയാണ്. ആ ഉപസമിതി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അത് UDFൽ കൊണ്ടുവരും. UDFൽ കൊണ്ടുവന്ന് അതിൻ്റെ വിശദമായ ചർച്ചകൾ നടക്കും. ആ ചർച്ചകൾ നടന്നതിന് ശേഷം എന്ത് തീരുമാനം എന്നുള്ളത് നിങ്ങളെ കൂടി അറിയിക്കും. CPI കഴിഞ്ഞ തവണ ഒരു നിലപാടെടുക്കുമ്പോൾ UDF ആണ് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് UDF അധികാരത്തിൽ വന്നപ്പോൾ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഇത്ര വൈകുന്നത്? ഇനി ഉപസമിതിയൊക്കെ കൂടി ഒരു ദീർഘനാൾ എടുക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയില്ല. ജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയില്ല. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് 102 സീറ്റുമായി ഞങ്ങൾ മടങ്ങി വന്നത്. ഞങ്ങളെ അധികാരമേൽപ്പിച്ചതും അതുകൊണ്ടാണ്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു സംശയവും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കാര്യങ്ങളുമായി മുമ്പോട്ട് പോകും. അബ്ദുൽ വഹാബ് MPക്ക് കേന്ദ്ര സഹമന്ത്രി നൽകിയ ഒരു മറുപടി, ഈ സംസ്ഥാന സർക്കാർ പണം കൈപ്പറ്റിയിട്ടില്ല, വേണമെങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാമെന്നായിരുന്നു. അല്ല, അത്തരം കാര്യങ്ങൾ ഞാൻ പരിശോധിച്ചതിന് ശേഷം മാത്രമേ മറുപടി പറയൂ. നമുക്ക് അവകാശപ്പെട്ട പണമാണ്, എന്താണ് അതിനോട് മുഖം തിരിക്കുന്നത്? അല്ല, അവകാശപ്പെട്ട പണം ആണ് എന്ന് പറയുമ്പോൾ അതിനകത്ത്
അവർ ഇതിൽ കണ്ടെത്തിയിട്ടുള്ള എന്ന് വെച്ചാൽ BJP ഗവൺമെൻറ് ഇതിൽ നൂലാമാലകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ആണ് പരിശോധന നടത്തി. ആ പരിശോധനയ്ക്ക് ശേഷം അത് റിപ്പോർട്ട് വെക്കണം എന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ സർക്കാരിന് ഇതിനകത്തും പിന്മാറാൻ പറ്റുമോ? ഇനി പറ്റുന്നുണ്ടോ? പിന്മാറുമോ? എന്താ? അല്ല, അത്തരം കാര്യങ്ങൾ സർക്കാരുമായി ഒന്ന് ചർച്ച ചെയ്തതിന് ശേഷം പറയാം. താങ്കൾ നേരത്തെ പറഞ്ഞത് പിന്മാറാൻ പറ്റില്ലെന്നായിരുന്നു. അല്ല, അങ്ങനല്ല. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ കൈവശമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞ ഓരോ വാക്കും എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി എൻ്റെ കൈവശമുണ്ട്. UDF ചർച്ചയില്ലാതെ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ തുടരേണ്ടി വരുമെന്നൊരു അഭിപ്രായം പറഞ്ഞത്? എന്ത് തുടരേണ്ടി വരും? PMC തുടരേണ്ടി വരും, പിന്മാറാൻ പറ്റില്ല. ഇല്ല, പിന്മാറാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങൾ UDF ചർച്ച ചെയ്യും. ഉപസമിതി വെക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് തന്നെയാണ് പറഞ്ഞത്.